പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത പോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെ അല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, 3 തരക്കാരെയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മുടെ മുന്നിൽ കർത്താവ് അവതരിപ്പിക്കുന്നത്. 3 തരക്കാരെ. ഒന്നാമതായിട്ട്, കർത്താവേ കർത്താവേ എന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും അവന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. യേശു പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ ദൈവഹിതം നിറവേറ്റുകയും ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എങ്ങനെയാണ് വചനം ശ്രവിക്കേണ്ടത്? കർത്താവിനെ ശ്രദ്ധാപൂർവം ശ്രവിക്കണം. കൊച്ചു സാമുവേലിനെ പോലെ കർത്താവെ അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു എന്ന മനോഭാവത്തോടെ, അല്ലെങ്കിൽ ബഥനിയിലെ മറിയത്തെ പോലെ കർത്താവിന്റെ പാദാന്തികത്തിലിരുന്ന് ഏകാഗ്രചിത്തരായി അവിടത്തെ വചനം ശ്രവിക്കണം. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന സമർപ്പണ ഭാവത്തോടെ വചനത്തിന്റെ അർത്ഥം ചിന്തിച്ച് അതിന്റെ സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കുന്നവരാണ് വചനം ശ്രവിക്കുന്നവർ. ഈ വിധത്തിൽ വചനം ശ്രവിക്കാൻ നാം പരിശ്രമിക്കണം. പരിശുദ്ധ അമ്മ മേരി ട്രഷേർഡ് ഇറ്റ് ഇൻ ഹർ ഹാർട്ട് ആൻഡ് പോണ്ടേർഡ് ഓവർ ഇറ്റ്. വചനം ശ്രദ്ധിച്ചു കേട്ട് സമർപ്പണ ഭാവത്തോടെ ശ്രവിച്ച് അതിന്റെ അർത്ഥതലങ്ങൾ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കുക. ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നാൽ കർത്താവിനെ അധരം കൊണ്ട് വിളിച്ചപേക്ഷിക്കുകയും അവന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്നാണ് കർത്താവ് പറയുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, ഞാൻ നിന്റെ നാമത്തിൽ ഇതെല്ലാം പ്രവർത്തിച്ചില്ലേ? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു, കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരങ്ങൾ ലഭിക്കുന്നു. ഇതിൽ അഭിമാനിച്ചിട്ട് കാര്യമില്ല. കർത്താവ് പറയാണ്, അന്ന് നിങ്ങൾ ഇതെല്ലാം എന്നോട് പറഞ്ഞാലും ഞാൻ പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. അതെന്താ? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവനോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ സാധിച്ചു ലഭിച്ചിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള സിദ്ധി ലഭിച്ചിട്ടുണ്ട്. അതല്ല പ്രധാന കാര്യം. വചനം ശ്രവിക്കുകയും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുകയും വചനം അനുസരിച്ച്
വചനം അനുവർത്തിച്ച് ജീവിക്കുകയും ചെയ്യണം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരുമാകുവിൻ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അനുസരിക്കുകയും അതനുസരിച്ച് ജീവിച്ച് ദൈവഹിതം നിറവേറ്റുകയും ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കണമോ, നമ്മൾ പറയുന്നത് ദൈവം അനുസരിക്കണമോ? പലപ്പോഴും നമ്മൾ കരുതുന്നത് പ്രാർത്ഥനയുടെ ശക്തിയും ബലമെന്നൊക്കെ പറയുന്നത് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നതെല്ലാം നിറവേറ്റി തരുന്നതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, അല്ല. കർത്താവിനോട് നാം ചോദിക്കുന്നതെല്ലാം കർത്താവ് നിറവേറ്റി തന്നാലും കർത്താവിന്റെ നാമത്തിൽ വരദാനങ്ങൾ സ്വീകരിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും ദൈവസന്നിധിയിൽ സ്വീകാര്യരാകണമെന്നില്ല. നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം നിറവേറ്റി തരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഭക്തിയുള്ളവരാണെന്ന്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കും. എനിക്ക് രോഗസൗഖ്യത്തിന്റെ വരമുണ്ട്, പല വിധത്തിലുള്ള വരങ്ങൾ, ഭാഷാവരം, രോഗസൗഖ്യവരം, പ്രവചനവരം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, എന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുവിൻ അനീതി പ്രവർത്തിക്കുന്നവരെ. എന്താണ് അനീതി? ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കാൻ ഇരിക്കുന്നതാണ് അനീതി. എന്നാൽ നീതി പ്രവർത്തിക്കുന്നവരോ ദൈവ തിരുഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. എന്താണ് ഈ അന്നെന്ന് 22-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്? അന്ന് പലരും എന്നോട് ചോദിക്കുമെന്ന് പറയുന്നത്, അതായത് കർത്താവിന്റെ ആഗമനത്തിന്റെ ദിനത്തിൽ അവൻ ന്യായവിധിക്കായിട്ട് വരുമ്പോൾ ദൈവരാജ്യ പ്രവേശനവും ദൈവരാജ്യത്തിൽ നിന്നുള്ള തിരസ്കരണവും. ആരാണ് ദൈവരാജ്യത്തിൽ സ്വീകാര്യരാകുന്നത്? യേശു തമ്പുരാൻ പറയുന്നത് പോലെ എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവരാണ്. ഇനി മൂന്നാമതൊരു തരക്കാരെ കുറിച്ച് പറയുന്നു. പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യൻ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റുതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. കാരണം എന്താ? അത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതുയർത്തപ്പെട്ടതാണ്. കർത്താവിന്റെ വചനങ്ങൾ കേട്ടിട്ടും അതനുസരിക്കാതെ ജീവിക്കുന്നവർ മണൽപ്പുറത്ത് ഭവനം പണിതവരെ പോലെയാണ്. അവര് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു വീഴും. അതെ, ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ദൈവഹിതം അനുവർത്തിച്ച് ജീവിക്കാതെ പ്രതികൂലങ്ങൾ വരുമ്പോൾ വീണു പോകുന്നത് അവരുടെ വീഴ്ച വലുതായിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ മൂന്നാമത്തെ തരക്കാർ യഥാർത്ഥത്തിൽ ആരാണ്? കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അതനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും. ഏത് പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും പ്രതിസന്ധികളിൽ തളരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും ദൈവരാജ്യത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി നിലകൊള്ളും. വചനം 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരെ പോലെ സ്വന്തം ജീവിതങ്ങൾ ഇപ്രകാരം വചനം ശ്രദ്ധാപൂർവം ശ്രവിച്ച് അർത്ഥം മനസ്സിലാക്കി നിരന്തരം ധ്യാനിച്ച് വചനം അനുസരിച്ചു വചനം അനുവർത്തിച്ച് ജീവിക്കുന്നവരാകാൻ, വചനത്തിന്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കുന്നവരാകാൻ, അങ്ങനെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേകരെ ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ. നമുക്കറിയാം, വചനം അനുസരിച്ച് ജീവിക്കാൻ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന കർത്താവിനെ ശ്രവിച്ച് ധ്യാനിച്ചറിഞ്ഞ് ആരാധനയിലൂടെ അനുഭവിച്ച് സാക്ഷ്യപ്പെടുത്തി ജീവിക്കണം. വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന കർത്താവിനെ പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിച്ച് അനുഭവിച്ച് ഇഹത്തിൽ വെച്ച് തന്നെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുകയും അനേകരോട് വചനം പ്രഘോഷിച്ച് അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് ഭവനമൊരുക്കി ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാകുവാൻ പരിശ്രമിക്കുന്നവരാകണം. ഇതാണ് പ്രത്യേകമായ വിധത്തിൽ ഈ തിരുവചന ഭാഗത്തിലൂടെ കർത്താവ് ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അവസാന വാചകം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. കാരണം അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്.
പ്രിയമുള്ളവരെ, ആധികാരികതയോടെ ദൈവപിതാവിൽ നിന്ന് നേരിട്ട് വന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുത്രൻ തമ്പുരാന്റെ ദിവ്യ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും അനേകര് ഈ ദിവ്യ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അങ്ങനെ മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന് ഭവനമൊരുക്കി ദൈവരാജ്യം അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവ് നമ്മോട് ചോദിക്കുന്ന പോലെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, മറ്റുള്ളവരോടും ചോദിക്കാം. ദൈവം തന്റെ രാജ്യം നിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നെന്ന് നീ അറിയുന്നില്ലേ? ദൈവം തന്റെ രാജ്യം നിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നെന്ന് നീ അറിയുന്നില്ലേ? ഈ ബോധ്യത്തോടെ സകലരെയും ഈ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.